10 വർഷം കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഒരിക്കലും അവർക്ക് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന് തുടർ ഭരണം കിട്ടിയില്ല, LDF-ന് തുടർ ഭരണം കിട്ടിയില്ല. ഒരുപക്ഷെ കുറച്ച് സീറ്റുകൾ കുറഞ്ഞാലും തങ്ങൾക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ കഴിയും എന്നാണ് CPM ധരിച്ചിരുന്നത്. ഇപ്പോൾ പരാജയത്തിൻ്റെ കാരണങ്ങൾ വിശകലനം ചെയ്യുകയാണ് CPM ചെയ്യുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPM-ന് അതിശക്തമായ തിരിച്ചടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായ സമയത്തും വിലയിരുത്തൽ നടത്തിയിട്ടും കേരളത്തിലെ ഘടകത്തെ കുറ്റപ്പെടുത്താൻ കേന്ദ്ര നേതൃത്വം തയ്യാറായിരുന്നില്ല. കാരണം അന്ന് ഇന്ത്യയിൽ CPM-ന് അധികാരത്തിലുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമായിരുന്നു. അതുകൊണ്ട് ആ കേരള ഘടകത്തെ പിണക്കാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പിണക്കാൻ CPM-ൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് തൻ്റെ ഇടമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സ്ഥിതിഗതികളൊക്കെ മാറിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള ധാരണകളാണ്, അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ KK ശൈലജയെ മന്ത്രിയാക്കിയിരുന്നില്ല. അതിന് പറഞ്ഞ കാരണം എന്താണ്? മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെയും മാറ്റുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെയുള്ള ബാക്കി എല്ലാ മന്ത്രിമാരെയും മാറ്റിയിട്ടാണ് പുതിയ മന്ത്രിസഭ രൂപീകരിച്ചത്. കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാർ സമയത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത മന്ത്രി എന്ന് CPM തന്നെ അവകാശപ്പെട്ടത് KK ശൈലജയെക്കുറിച്ചായിരുന്നു. കോവിഡ് സമയത്തൊക്കെ ശൈലജയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്, അവർക്ക് ആഗോളതലത്തിലുള്ള അംഗീകാരം കിട്ടി എന്നൊക്കെയായിരുന്നു CPM അവകാശപ്പെട്ടിരുന്നത്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ നന്നായി പെർഫോം ചെയ്ത KK ശൈലജ ഒരു ഘട്ടത്തിൽ അടുത്ത തവണ മന്ത്രിസഭ വന്നാൽ KK ശൈലജ മുഖ്യമന്ത്രിയാകുമെന്ന് വരെ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ അവസാന നാളുകളിൽ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ എന്താ ചെയ്തത്? ശൈലജയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മന്ത്രിസഭാ പുനഃസംഘടനയിൽ, അല്ലെങ്കിൽ പുതിയ മന്ത്രിസഭ വരുന്ന സമയത്ത് പഴയ മന്ത്രിസഭയിലുണ്ടായിരുന്ന എല്ലാവരെയും മാറ്റുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ഘട്ടം. രണ്ടാം ഘട്ടം നടന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM എന്താ ചെയ്തത്? അധികാരത്തിൽ തുടരാൻ വേണ്ടി അവരുണ്ടാക്കിയിരുന്ന എല്ലാ നിബന്ധനകളും മാറ്റിവെച്ചുകൊണ്ട് ഏതാണ്ട് 54 പേർക്കാണ് ജയസാധ്യത മാത്രം പരിഗണിച്ച് സീറ്റ് നൽകിയത്. കാരണം ഒരു കാരണവശാലും ഒന്നുകിൽ അവരുടെ ടേം കാലാവധി കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെ ചിലർ പാർട്ടി പ്രവർത്തനത്തിലേക്ക് മാറണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജയസാധ്യത മാത്രം പരിഗണിച്ചുകൊണ്ട് 54 പേർക്ക് സീറ്റ് നൽകാം. അപ്പം എല്ലാ പാർട്ടി നിലവിൽ ഇക്കാലത്ത് എടുത്തിരുന്ന, മുമ്പ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുൻകാലങ്ങളിൽ എടുത്തിരുന്ന എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ 54 പേർക്ക് വീണ്ടും സീറ്റ് കൊടുത്തത്. പക്ഷേ ജയിക്കുന്ന സീറ്റിൽ നിന്ന് KK ശൈലജയെ എന്ത് ചെയ്യുകയാണ്? KPCC പ്രസിഡന്റിൻ്റെ ക്രിസ്ത്യാനികൾക്ക് നല്ല സ്വാധീനം, അല്ലെങ്കിൽ കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള CPM-ന് അത്ര അങ്ങനെ സ്വാധീനിക്കാൻ പറ്റാത്ത മണ്ഡലം പേരാവൂരിലേക്ക്, മട്ടന്നൂരിൽ അവർ 10,000-കണക്കിന് വോട്ടിന് ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ നിന്ന് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പിറകിലൊരു ഗൂഢാലോചനയുണ്ട്, ഇതിൻ്റെ പിറകിലൊരു സ്ഥാപിത താല്പര്യമുണ്ട് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം ശൈലജ ഒരു CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അവരുടെ മഹിളാ വിഭാഗത്തിൽ ഏറ്റവും പ്രമുഖയായ നേതാവാണ്, അവരുടെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു എന്ന് പാർട്ടിയാണ് സമ്മതിച്ചത്. അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റെല്ലാവർക്കും ജയിക്കാൻ സാധ്യതയുള്ള ഉണ്ടെന്നതിൻ്റെ പേരിൽ മറ്റ് മാനദണ്ഡങ്ങൾ അവരെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയിട്ടും എന്തുകൊണ്ട് ശൈലജയ്ക്ക് സീറ്റ് കൊടുത്തില്ല എന്ന ചോദ്യമാണ് CPM കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ശക്തമായ വിമർശനമുണ്ട്. അതൊരു റിപ്പോർട്ടായിട്ട് പുറത്തു വരും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ മറ്റൊരുപാട് കാരണങ്ങൾ അവർ കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് CPM ഇന്ത്യയിൽ ഏറ്റവും അധികം വിമർശിക്കുന്നത് BJP-യാണ്. അതേപോലെ തന്നെ BJP-യിലെ തന്നെ ഏറ്റവും തീവ്രവാദികൾ എന്ന് അവർ മുദ്ര കുത്തുന്ന നേതാക്കളാണ്. അവരിൽ CPM ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു നേതാവ് ഇവൻ നരേന്ദ്രമോദിയേക്കാൾ വിമർശിക്കുന്നത് യോഗി ആദിത്യനാഥിനെയാണ്. എന്നാൽ ഈ യോഗി ആദിത്യനാഥിൻ്റെ ഒരു സന്ദേശമാണ് തിരുവനന്തപുരത്ത് ശബരിമലയിൽ അവർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് പാർട്ടിക്കാരനായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ഒരു മന്ത്രി എന്ത് ചെയ്യാണ്? ഈ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കുകയാണ്. അപ്പോൾ ഇത് തെറ്റായ സൂചന നൽകി എന്നാണ് CPM പറയുന്നത്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം മുസ്ലിം വർഗീയതയെക്കുറിച്ചും മലപ്പുറത്തിൻ്റെ
മലപ്പുറത്ത് ഹിന്ദുക്കൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്ക് സ്കൂൾ കൊടുക്കാത്തതിനെക്കുറിച്ചൊക്കെ പരസ്യമായിട്ട് വിമർശിച്ച് മുസ്ലിം മതവിഭാഗത്തിലെ തീവ്രവാദികളുടെ ശക്തമായ എതിർപ്പ് നേടിക്കൊണ്ടിരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ഒരാളെ എന്തിന് അമിതമായ പ്രാധാന്യം വെള്ളാപ്പള്ളി നടേശന് കൊടുത്തു, അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ട് ഇതുവഴി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് CPM മറ്റൊരു വിമർശനം. അതേപോലെ തന്നെ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നേരത്തെ CPM പറഞ്ഞത് അത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരുന്ന, താത്വികമായി തങ്ങളതിനെതിരാണ് എന്ന് പറഞ്ഞിരുന്ന CPM, ആ CPM മന്ത്രിസഭ പോലും അറിയാതെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്നിട്ട് ഇതിനകത്ത് PM ശ്രീ പദ്ധതിയിൽ ചേരാൻ ഒപ്പിട്ടുകയായിരുന്നു എന്നുള്ള വിമർശനമാണ് അടുത്തത്. അപ്പോൾ ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു BJP CPM ഡീലുണ്ട് എന്നുള്ള ലീഗിൻ്റെയൊക്കെ പ്രചരണം മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി UDF ഒക്കെ നടത്തിയ സമയത്ത് CPMന് വോട്ട് ചെയ്തിരുന്ന നിരവധി മുസ്ലിങ്ങൾ അവരൊക്കെ തന്നെ UDF പാളയത്തിലേക്ക് പോയി. കാരണം ഇവിടെ ഒരു ഡീൽ, BJP CPM ഡീലുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രചരണമുണ്ടായത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലെ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്ന നിലപാടുകൾ അതിനെയൊക്കെ സാധൂകരിക്കുന്ന വിധത്തിലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ വനിതകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിൽ ജില്ലാ കമ്മിറ്റികൾ പരാജയപ്പെട്ടു എന്നൊരു വിമർശനം ഉയർന്നിട്ടുണ്ട്. അതേപോലെ RSSന്റെ സ്വാധീനം തടയാൻ വേണ്ടി CPM നേരത്തെ നിർദ്ദേശിച്ചിരുന്നത് ക്ഷേത്ര കമ്മിറ്റികളിൽ വിശ്വാസികളായിട്ടുള്ള CPMകാർ പങ്കെടുക്കണം, അവരാ ക്ഷേത്ര കമ്മിറ്റികളിൽ ഇൻവോൾവ് ആവണം. അങ്ങനെ ഇൻവോൾവ് ആവുന്ന സമയത്ത് ആ പ്രദേശത്ത് RSS നുഴഞ്ഞു കയറി സ്വാധീനമുണ്ടാക്കുന്നത് തടയാൻ കഴിയും. അതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റികളിൽ CPMന് സ്വാധീനം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. അത് നടന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ശക്തമായ വിമർശനമുണ്ടായി. പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണം തിരിച്ചടിച്ചു എന്നൊരു വിമർശനമുണ്ടായി. അതുപോലെ നേതാക്കന്മാരൊക്കെ തന്നെ മാധ്യമങ്ങളെ കാണുന്ന സമയത്തും പൊതുയോഗങ്ങൾ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ അബദ്ധജടിലങ്ങളായ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ പറയാതിരിക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു നിർദ്ദേശം അത് പരാജയത്തിലേക്ക് നയിച്ചു. വളരെ അബദ്ധങ്ങളായ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനും അവമതിപ്പുണ്ടാവുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് പാർട്ടി നേതാക്കൾ അപക്വമായ പ്രതികരണമാണ് നടത്തിയത് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ CPMന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് വീടുകൾ സമ്പർക്കം ചെയ്ത് ആളുകളെ നേരിട്ട് വോട്ട് ചോദിക്കുന്നതിലായിരുന്നു. പക്ഷേ ഇത്തവണ ഗൃഹസമ്പർക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ പരാജയമായിരുന്നു പാർട്ടിക്ക് എന്നുള്ളതാണ് ഒരു വിമർശനം. അതേപോലെ തന്നെ പാർട്ടിയുടെ അടിയുറച്ച കേഡർമാർ അവരൊന്നും ആത്മാർത്ഥമായിട്ട് രംഗത്തിറങ്ങിയില്ല എന്നുള്ളൊരു വിമർശനം കൂടിയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് വ്യാപകമായ തോതിൽ പാർട്ടിക്കകത്ത് ഒരു വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടും പ്രവർത്തന ശൈലിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു. നേരത്തെയും ഇത് വന്നിരുന്നെങ്കിലും അത് ഓപ്പണായിട്ട് പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ഓപ്പണായിട്ട് പറയുന്നു, കേന്ദ്ര കമ്മിറ്റി അത് എടുത്തു പറയുന്നു, അതോടൊപ്പം തന്നെ രേഖയായിട്ട് പുറത്തു വരുന്നു. അതിലേറ്റവും അധികം അതായത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭീഷണി ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് KK ശൈലജയ്ക്ക് ജയിക്കാവുന്ന ഒരു സീറ്റിൽ നിന്ന് അവരെ തോൽക്കാവുന്ന ഒരു സീറ്റിലേക്ക് മാറ്റി നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടകളിൽ 10,000-കണക്കിന് 20,000, 30,000 അധികം വോട്ട്, 40,000, 50,000 വോട്ടിനൊക്കെ വിജയിക്കുന്ന പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ അമ്പലപ്പുഴയിലൊക്കെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വിമത സ്ഥാനാർത്ഥിയായി വന്നതും വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ.